സംസ്ഥാനത്ത് വീണ്ടും വാഹനമിടിപ്പിച്ച് കൊലപാതകം. വയനാട് ചുണ്ടേലിൽ ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ നവാസ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. മേപ്പാടി പുത്തൂർവയൽ സ്വദേശികളായ സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും സഹോദരങ്ങളാണ്. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പാർട്ടിയിൽ 2 താറുണ്ട്, ജീപ്പ്. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഈ വണ്ടി ശ്രദ്ധിച്ചു പോയത്. അവിടെ നിന്നൊരു താറ് വരി അമിതവേഗത്തിൽ വന്ന് റോങ് സൈഡ് കയറി ഈ ഓട്ടോ ഇടിക്കുകയുണ്ടായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ചുണ്ടേൽ ആനോത്ത് റോഡിൽ ഓട്ടോറിക്ഷയും ഥാർ ജീപ്പും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവറായ നവാസ് മരിച്ചത്. വാഹനാപകടമെന്ന് കരുതാനാകില്ല എന്ന സൂചനകൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെയാണ് കൊലപാതകം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. അപകടമുണ്ടാക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളാണ് നവാസ് വരുന്നതിനു വേണ്ടി സുമിൽ ഷാദ് വഴിയിൽ വണ്ടി ഒതുക്കി കാത്തുനിന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വെളിവായി. ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആള് ഒരു നമ്മുടെ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിയുടെ മുകളിൽ 2 പേര് ജ്യേഷ്ഠനമനിയനും അപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നുണ്ട്. സുമിൽ ഷാദും നവാസും തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും നവാസിനെ വണ്ടിയിടിപ്പിച്ച് കൊന്നതാണെന്നും ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇത് മനഃപൂർവ്വം കയറ്റിക്കൂടി ചെയ്ത ഒരു കൊലയാണെന്ന് ഞങ്ങൾ പറയാനുള്ളത്. അതായത് സ്പോട്ട് കണ്ടാൽ തന്നെ അറിയാം. മറ്റൊന്നുമില്ലെങ്കിൽ സ്പോട്ട് കണ്ടാൽ അവിടെ പറ്റിയ സ്പോട്ട് കണ്ടാൽ അറിയാം മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചാൽ മതിയാണ്. കാരണം അതിന് നല്ല വീതിയുള്ള റോഡ്, സൗകര്യമായിട്ട് പോവാം. ഈ വണ്ടി സൈഡിൽ മൂല കൊണ്ടുപോയിട്ടാണ് കൊണ്ട് ഇടിച്ചിരിക്കുന്നത്. അവരെ കൂടെ പ്രവർത്തിക്കുന്ന വലിയൊരു കണ്ണികളുണ്ട്. കണ്ണികൾ പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ സ്കൂൾ യുവജനോത്സവം നടന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് പിന്നെ വധഭീഷണി വരെ ഉണ്ടായിട്ടുള്ള കോൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ വലിയൊരു കണ്ണികൾ ഈ ചുണ്ട മേഖലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപകടത്തിന് ശേഷം സുമിൽ ഷാദ് വാഹനത്തിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും പുറത്തുവന്നു. കൊലപാതകത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് നവാസിന്റെ ബന്ധു റഷീദ് ആരോപിച്ചു. ഇതിന്റെ പുറകില് ഈ ഒരു 2 പേരല്ല പ്രതികളായിട്ടുള്ളത്. ഇതില് എന്ത് കാരണത്താലാണ് ഇങ്ങനൊരു ഈ ആക്സിഡന്റ് ഇവനെ കൊലപ്പെടുത്താനുള്ള ഇതിലേക്ക് ഈ സുമിൽ ഷാദ് വരാനുള്ള കാരണം എന്താണ്? അതിന് എന്താണ് വ്യക്തമായ കാരണം നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൽ 1-2 ആളല്ല പ്രതികൾ. ഇതിൽ ഇവരെ കുടുംബം മൊത്തം അവന്റെ സുഹൃത്തുക്കളും ഇതിൽ കൂടാതെ പ്രതികളാണ്. ഇരുകൂട്ടരും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കൂടാതെ മറ്റെന്തെങ്കിലും കൊലപാതകത്തിന് പ്രേരകമായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ നവാസിന്റെ സംസ്കാരത്തിന് ശേഷം സുമിൽ ഷാദിന്റെ ചുണ്ടേലിലെ റെസ്റ്റോറന്റ് ചിലർ അടിച്ചു തകർത്തിരുന്നു. ഇപ്പോൾ റെസ്റ്റോറന്റിന് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ തിരക്കഥയെ വെല്ലുന്ന തരത്തിലാണ് ഇവിടെ ഈ പ്രദേശത്ത് ഒരു അപകടം ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ പ്രദേശത്ത് ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. മാത്രവുമല്ല, നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇതിനു പുറകിലുള്ള ആസൂത്രകരാരാണ്. ഈ 2 പേരല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. വയനാട് വൈത്തിരി ചുണ്ടേലിൽ നിന്നും ക്യാമറമാൻ VM റിന്റുവിനോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.